വിശദമായി നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലുകളിൽ നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങളിൽ കടുത്ത അതൃപ്തിയിൽ ഹൈക്കമാൻഡ്. പരസ്യ പ്രതികരണങ്ങൾ പാർട്ടിയെ വെട്ടിലാക്കുന്നു. കൂടിയാലോചനകൾ നടത്താതെയുള്ള പ്രതികരണങ്ങൾ സമ്മർദ്ദ നീക്കത്തിന്റെ ഭാഗമെന്ന വിലയിരുത്തലും ഹൈക്കമാൻഡിനുണ്ട്. ധാർമ്മികത ഉയർത്തിയാണ് രാജിയെന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ പ്രതികരണത്തിന് പിന്നാലെ രാഹുലിനെതിരെ ഉണ്ടായത് പാർട്ടി നടപടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചതിലും അതൃപ്തി. MLA സ്ഥാനം ഉടൻ രാജിവെപ്പിച്ചാൽ ഡിസംബറിന് മുൻപ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നാണ് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന്റെ ആശങ്ക. അടുത്ത സഭാ സമ്മേളനത്തിൽ രാഹുൽ ഉണ്ടാകാൻ പാടില്ലെന്ന നിലപാടിലാണ് VD സതീശൻ. എന്നാൽ ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ഒഴിഞ്ഞുവെന്നും MLA സ്ഥാനം രാജിവെക്കുന്നത് തിടുക്കത്തിൽ വേണ്ടെന്ന അഭിപ്രായമുള്ളവരും കോൺഗ്രസിലുണ്ട്. അടൂരിലെ വീട്ടിൽ തന്നെ തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഡാൻ കുര്യനുമൊപ്പം ശശിനാരായണനും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ആദ്യം ഡാൻ കുര്യനിലേക്ക്. ഡാൻ, VD സതീശന്റെ നിലപാട് വ്യക്തമാണ്. പ്രത്യേകിച്ചും MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതിൽ രാഹുൽ രാജിവെക്കുമോ? എപ്പോഴത്തേക്കുണ്ടാകും? രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ആരോപണങ്ങൾ ഒരു പരിധി കടന്ന് വ്യക്തിപരമായി രാഹുലിനെ കടന്നാക്രമിക്കുന്നതിനപ്പുറത്തേക്ക് പാർട്ടിയെ മുഴുവൻ വെട്ടിലാക്കുന്ന തരത്തിലേക്ക് മാറുന്ന പശ്ചാത്തലത്തിലാണ് നടപടി അടിയന്തരമായി ഉറപ്പുവരുത്തണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ ഒരു വിഭാഗം നേതാക്കൾ ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ പരസ്യമായി ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലേക്ക് മാറിയതോടെയാണ് കടുത്ത അതൃപ്തിയിലേക്ക് ഹൈക്കമാൻഡ് നേതൃത്വം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടപടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും അത് പ്രാഥമിക നടപടിയാണ്, അതിന് ബാക്കി കാര്യങ്ങൾ അന്വേഷണത്തിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുമെന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രതികരണം പാർട്ടിയെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കി, നേതൃത്വത്തെയും സമ്മർദ്ദത്തിലാക്കി എന്നൊരു വിലയിരുത്തൽ ഹൈക്കമാൻഡിനുണ്ട്. ദീപാദാസ് മുൻഷി അടഞ്ഞ അധ്യായമാണിത് എന്ന് പറഞ്ഞ് വിവാദം അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തി മണിക്കൂറുകൾക്കകമാണ് പ്രതിപക്ഷ നേതാവ് വ്യത്യസ്തമായ ഒരു നിലപാട്, അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം കൂടിയാലോചനകൾ നടത്താതെ മുതിർന്ന നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നടത്തുന്നത് പാർട്ടിക്ക് വലിയ തരത്തിൽ ക്ഷീണമുണ്ടാക്കുന്നു എന്ന പൊതുവിലയിരുത്തലിലും ഹൈക്കമാൻഡിനുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവരുമായി വിശദമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സോണിയാഗാന്ധിയെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചൊഴിഞ്ഞാൽ വരുന്ന ബീഹാർ ഇലക്ഷന്റെ കൂടെ കേരളത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം വരുമെന്നും അങ്ങനെ വന്നാൽ പാലക്കാട് BJPക്ക് അക്കൌണ്ട് തുറക്കുന്നതിന് അവസരമൊരുക്കലായി അത് മാറുമെന്നും അതിന്റെ പ്രത്യാഘാതം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നേരിടേണ്ടി വരുമെന്നും വലിയ തിരിച്ചടിക്കത് വഴിവെക്കുമെന്നുള്ള ആശങ്കയാണ് ഒരു വിഭാഗം നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കമാൻഡ് നേതൃത്വവും ഒരു ആശയക്കുഴപ്പത്തിലാണ്. നടപടി എന്നവണ്ണം രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയതോടെ പാർട്ടി കൈവിട്ടുവെന്ന പ്രതീതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിനപ്പുറത്തേക്കൊരു നടപടി തിടുക്കത്തിൽ വേണ്ട എന്നാണ് ഈ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇതിലെ പ്രശ്നം ഇതൊരു വലിയ പ്രചാരണ വിഷയമാക്കി CPM-ഉം BJP-യും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പശ്ചാത്തലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസം മാത്രം ശേഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊരു നടപടി വൈകിപ്പിക്കുന്ന സാഹചര്യമുണ്ടായാൽ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മുഴുവൻ അത് മങ്ങലേൽപ്പിക്കും, തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയത്തിന്റെ ഗതി തന്നെ മാറിപ്പോകും എന്ന ഒരു സന്ദേഹം പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചു. സംരക്ഷിച്ചു നിർത്തിയത് VD സതീശനാണെന്നുള്ള പഴി കേൾക്കുന്ന അതേ സമയത്ത് തന്നെയാണ് വലിയ തരത്തിൽ നിലപാട് കടുപ്പിക്കുന്നത് VD സതീശൻ. VD സതീശന് പാർട്ടിയിൽ പിന്തുണയുണ്ടോ ഡാൻ? ഒരു വിഭാഗം നേതാക്കളുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. മാത്രവുമല്ല
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചില വെളിപ്പെടുത്തലുകൾ വരാൻ സാധ്യതയുണ്ടെന്നും അതും ഗൌരവ സ്വഭാവത്തിലുള്ളതാണ് എന്ന കാര്യവും പ്രതിപക്ഷ നേതാവിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അത് അറിഞ്ഞുകൊണ്ടാണ് ഒരു തരത്തിലും ഇനി രാഹുൽ മാങ്കൂട്ടത്തിലെ MLA സ്ഥാനത്ത് തുടരാൻ അനുവദിക്കാനാവില്ല എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് എന്ന വിവരങ്ങളാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്. മാത്രവുമല്ല, അദ്ദേഹം വരുന്ന മാസം തുടങ്ങാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ MLA ആയി നിയമസഭയിൽ UDFന്റെ പക്ഷത്തുണ്ടാകാൻ പാടില്ല എന്ന കടുത്ത നിലപാടിലേക്ക് എത്തുന്നത് ഈ ഗുരുതര സ്വഭാവമുള്ള വെളിപ്പെടുത്തലുകൾ പരസ്യമാകാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നാണ് പ്രതിപക്ഷ നേതാവുമായി വ്യക്തിബന്ധമുള്ള നേതാക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊരു സമ്മർദ്ദ നീക്കം, അതായത് ഇന്നലെ ദീപദാസ് മുൻഷി നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് നിലപാട് ഘടിപ്പിക്കുന്നു. അതിനുശേഷമാണ് മറ്റൊരു ശബ്ദ സന്ദേശം കൂടി, അതായത് ഈ ഇരയായ യുവതിയെ ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തുന്ന ശൈലിയിലുള്ള ഒരു ശബ്ദ സംഭാഷണം കൂടെ പുറത്തായത്. അതോടെ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയായിരുന്നു. എന്തായാലും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് നേതൃത്വവുമായി വിശദമായ ചർച്ചകൾ ഇതിനോടകം നടത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലുമായും ഇന്നലെ KPCC അധ്യക്ഷൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും മണ്ഡലത്തിൽ ഔദ്യോഗികമായ ഒരു പരിപാടികളിലും പങ്കെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനം, അങ്ങനെ ഒരു നിർദ്ദേശം പാർട്ടി നേതൃത്വം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് കൈമാറിയിട്ടുണ്ട് എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും സമീപ ഭാവിയിൽ അവിടേക്ക് എത്താൻ, അതായത് അടുത്ത ദിവസങ്ങളൊന്നും പാലക്കാട്ടേക്ക് എത്താനുള്ള ഒരു സാധ്യതകളുമില്ല. അതിനപ്പുറത്തേക്ക് കടുത്തിയൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് കടക്കാനുള്ള സാധ്യത ഈ രണ്ട് വിഭാഗം നേതാക്കളും മുമ്പോട്ട് വെക്കുന്ന ആശങ്കകൾ പരിഗണിച്ച് വിശദമായ ഒരു ചർച്ചകൾ നടത്തിയതിനു ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെയാണ് ഡാൻ ഒരു കാര്യം കൂടി. ഈ ഷാഫി പറമ്പിൽ ഒരു നിലപാട് പറയുന്നു, VD സതീശൻ മറ്റൊരു നിലപാട് പറയുന്നു. പാർട്ടിക്കുള്ളിലെ ഭിന്നതയാണോ ഇവിടെ മറനീക്കി പുറത്തു വരുന്നതൊപ്പം ലൈംഗിക പീഡന കേസിൽ പ്രതിയായ മുകേഷും യെദ്യൂരപ്പയും ഒക്കെയാണോ ഷാഫിയുടെ മാതൃക? അതായത് KPCCയുടെ നേതൃനിരയിലുള്ള 3 പ്രധാനപ്പെട്ട നേതാക്കൾ അവർ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ തിടുക്കത്തിലൊരു നടപടി വേണ്ടെന്ന നിലപാടിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഷാഫി പറമ്പിൽ ഉൾപ്പെടെ 3 നേതാക്കൾ ആണ് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് എന്നാണ് നമുക്ക് നമ്മുടെ സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം മറ്റ് നേതാക്കൾ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തണം, പാർട്ടി തല അന്വേഷണം നടത്തണം. ഇതിനു മുമ്പും ആരോപണങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ അത്തരത്തിലായിരുന്നു കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയത്. നിലവിൽ ആരും തന്നെ പരസ്യമായ ഒരു പരാതിയുമായി നിയമ സംവിധാനങ്ങളുടെ അടുത്തേക്ക് എത്താത്ത ഒരു സാഹചര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ സ്വമേധയാ ഈ വിഷയത്തിൽ ഇടപെടുകയും കേസെടുക്കുകയും സംസ്ഥാന പോലീസ് മേധാവിയോട് അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ നീക്കം കരുതലോടെ തന്നെയാണ്, ജാഗ്രതയോടെ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വവും ഹൈക്കമാൻഡും നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ടുണ്ട്. ദീപദാസ് മുൻഷി അടക്കം ഈ വിഷയങ്ങളിൽ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തിടുക്കത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കുക എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം അത് എത്ര കണ്ട് പ്രായോഗികമായി പരിഗണിക്കും എന്നത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിയതിനു ശേഷം മാത്രമേ അങ്ങനൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുമെന്നാണ് ഇപ്പം ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. കാരണം മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഹൈക്കമാൻഡിനെ ഇതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ, അതായത് ഏതെങ്കിലും വിധേനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മാറ്റുന്നത് പാർട്ടിക്ക് ഒരു ക്ലീൻ ഇമേജ് നൽകുമെന്ന അവകാശവാദം മുന്നിൽ നിർത്തി ഇപ്പോൾ രാഹുലിനെതിരെ അങ്ങനെ നടപടി ഉറപ്പാക്കുകയും സമീപഭാവിയിൽ തൊട്ടടുത്ത് തന്നെ ബീഹാർ ഇലക്ഷനൊപ്പം ഒരു ഉപതെരഞ്ഞെടുപ്പിന് പാലക്കാട് വേദിയാകുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയാൽ ഒരുപക്ഷെ അത് കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ UDFന് നേരിടേണ്ടി വരുന്ന വെല്ലുവിളി ചെറുതായിരിക്കില്ല. നമുക്കറിയാം, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പാലക്കാട് നടന്നത്. അവിടെ 2ാം സ്ഥാനത്ത് BJP ഉണ്ടായിരുന്നു. ആ BJP ശക്തമായ ഒരു രാഷ്ട്രീയ പ്രചാരണവുമായി അവിടെ രംഗത്തെത്തിയാൽ ഒരുപക്ഷെ മണ്ഡലം കൈവിട്ടു പോകുന്ന സാഹചര്യം വരും. അങ്ങനെയെങ്കിൽ BJPക്ക് അക്കൌണ്ട് തുറക്കാൻ UDF അവസരമൊരുക്കിയെന്ന പഴി രാഷ്ട്രീയ പ്രചാരണം അവിടെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടാകും. അതിന്റെ പ്രത്യാഘാതം അടുത്ത വർഷം 5ാം മാസത്തിലോ ഉണ്ടാകാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വരെ സ്വാധീനിക്കും. അത് കേരളത്തിൽ UDFന്റെ സകല സാധ്യതകൾക്കും മങ്ങലേൽപ്പിക്കുന്ന തരത്തിലേക്ക് വരെ മാറും എന്ന ആശങ്കയാണ് ഒരു വിഭാഗം നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. തുടരുക.